ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എയർ പ്യൂരിഫയർ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തിലും എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ ഭയങ്കര മോശമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലൊരു എയർ പ്യൂരിഫയർ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇപ്പം മിക്ക എന്താ പറയുക ഡിസ്ട്രിക്റ്റിലും നമ്മുടെ കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു 150-160 ഒക്കെ, എറണാകുളം തൃശ്ശൂരൊക്കെ ഓൾമോസ്റ്റ് ഈ റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. 150-150ൻ്റെ മുകളിൽ കഴിഞ്ഞാൽ അൺഹെൽത്തിയാണ്. ഓൾമോസ്റ്റ് ബോർഡർ ലൈനിൽ അല്ലെങ്കിൽ തൃശ്ശൂർ അല്ല നമ്മുടെ എറണാകുളത്തൊക്കെ 150ൻ്റെ മുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ എറണാകുളത്തെ സ്ഥലത്ത് വീട്ടിലേക്ക് നമ്മളൊരു എയർ പ്യൂരിഫയർ വാങ്ങിച്ചതാണ്. അപ്പോൾ കോവയുടെ എയർ മെഗ എന്ന് പറഞ്ഞ മോഡലാണ്. കോവ എന്ന് പറഞ്ഞൊരു സൗത്ത് കൊറിയൻ ബ്രാൻഡാണ്. എയർ പ്യൂരിഫയറിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ എറണാകുളത്തൊക്കെ അവർക്ക് ഷോറൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവരിലത്തെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് സാധനം. ഇതിൻ്റെ എന്താ പറയുക, ഫിൽറ്ററിൻ്റെ പീരിയഡ് റേഞ്ചൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1 to 2 ഇയർ ഒക്കെ കിട്ടും. 2 കൊല്ലത്തിലൊക്കെ മാറ്റിയാൽ മതി. ഏവറേജ് യൂസ് ഒക്കെ ആണെങ്കിൽ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. നിങ്ങൾക്ക് ഇവിടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കും. ആമസോണിലും ഉണ്ട്, പക്ഷേ നമുക്ക് ഫ്ലിപ്കാർട്ടിലാണ് നമുക്ക് ആക്സിസ് ബാങ്കിന് ഓൾമോസ്റ്റ് 2500 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 10 രൂപയ്ക്ക് സാധനം കയ്യിൽ കിട്ടും. ശരിക്കുള്ള പ്രൈസ് 13 രൂപയാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിനാണ് ചെയ്തത്. ആമസോണിലും ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. കോവ എയർ മെഗ എയിം എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. 39,900 രൂപയ്ക്കാണ് MRP ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സപ്ലയർ കോവെ സൗത്ത് കൊറിയ സിയോളിലുള്ള ബ്രാൻഡാണ് കോവ. നമ്മുടെ സാംസങ് ഒക്കെ പോലെ ഓട്ടോ മോഡ് ഉണ്ട്. ഇതിലേക്ക് സ്വിംഗ് മോഡ് നമുക്ക് ഫാനായിട്ടൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ഒരു വെറൈറ്റി ഡിസൈനാണ് ഞാൻ കാണിച്ചു തരാം. 3-win സ്പീഡ് മോഡ് ഉണ്ട്, ടൈമർ ആൻഡ് പ്രീസെറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ചൈൽഡ് ലോക്ക് ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹെപ്പ ഫിൽറ്റർ ആണ്, റിമൈൻഡർ വരുന്നുണ്ട്, ഓട്ടോ ഡിം ഡിസ്പ്ലേ ഉണ്ട്, ലൈറ്റ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത്. ഒരു ഫാൻ ടൈപ്പ് ഡിസൈനാണ് വരുന്നത്. എയർ മെഗ എയിം വൈറ്റ് കളറാണ്. ബ്ലാക്ക് കളർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ബ്ലാക്ക് കളർ ഒന്നിലും അവൈലബിൾ അല്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇവരുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവർ ആക്ച്വലി ഫ്ലിപ്കാർട്ടിലേക്കാണ് വിടുക, ഫ്ലിപ്കാർട്ട് ആമസോണിലേക്കാണ് വിടുക. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമ്മളിത് എന്താ പറയുക ഓപ്പൺ ബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ സാധനം പ്രൊഡക്റ്റ് എടുത്ത് പുറത്ത് വെച്ച് കേട്ടോ, അതുകൊണ്ടാണ് അതിനകത്ത് ഇതിൻ്റെ ഉള്ളിൽ മെയിൻ പ്രൊഡക്റ്റും അത് മാത്രമല്ലാണ്ട് നമുക്ക് പിന്നെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെയാണ്, വാറണ്ടി കാർഡും ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാം. റിമോട്ടും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സാധനം കണ്ടോ. ഇതാണ് അതിൻ്റെ ബുക്ക്ലെറ്റ്സ്. പിന്നെ റിമോട്ട്, ചെറിയൊരു കുട്ടി റിമോട്ട് കൂടെ കാണാൻ ഞാൻ കാണിച്ചു തരാം അത്. അപ്പോൾ ഇതിവിടെ തൽക്കാലം ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇത് സീൽഡാണ്. ഞങ്ങൾക്ക് ഒന്ന് പൊട്ടിക്കട്ടെ കേട്ടോ. ബോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എയർ പ്യൂരിഫയർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു റിമോട്ട് വരുന്നുണ്ട്, ഒരു കുട്ടി റിമോട്ട് വരുന്നുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇതിൽ നമുക്ക് വൈഫൈ ഫെസിലിറ്റിയോ സ്മാർട്ട് മോഡ് ഇല്ലാത്ത ടൈപ്പാണ്. അതായത് നമുക്ക് ആപ്പ് കൺട്രോളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതിന് പകരം നമുക്ക് റിമോട്ട് ഉണ്ട്. അപ്പോൾ അതിലും വലിയ മോശമൊന്നുമില്ല. അപ്പോൾ 10,000 രൂപയ്ക്കെന്ന് പറയുമ്പോൾ വലിയ മോശമൊന്നുമില്ല. പിന്നെ നമുക്കൊരു യൂസർ മാനുവലും കോവേൻ്റെ ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഓൾമോസ്റ്റ് 1.5 മീറ്റർ വരുന്ന നമുക്കൊരു നമ്മുടെ എന്താ പറയുക നോർമൽ 2-pin സെറ്റപ്പ് ആയിട്ടുള്ളൊരു പവർ പ്ലഗ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഡിസ്പ്ലേ മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഇതിലാണ് നമ്മുടെ ഫിൽറ്റർ ഇടുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതേ കൂടെയാണ് അത് ഇൻടേക്ക് എടുക്കുക, എയറൊക്കെ. നിങ്ങൾക്ക് ഇവിടെ ഫിൽറ്റർ കാണാം. ഇത് ഫിൽറ്റർ നമുക്ക് സുഖമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വേണമെങ്കിൽ ഒന്ന് കാണിച്ചിട്ട് ഇത് ഓട്ടോ റൊട്ടേറ്റ് മോഡും ഉണ്ട്. ഫാൻ പോലെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഇത് നമുക്ക് ഇങ്ങനെ ആക്കി വയ്ക്കാൻ കണ്ടു. ഇത് ഫാൻ പോലെ ഇങ്ങനെ ആക്കി ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ കണ്ടു. ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ മെയിൻ ഫിൽറ്റർ. ആകെ ഒരു ഫിൽറ്റർ എല്ലാം കൂടിയുള്ള ഒരു ഫിൽറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 2,800 രൂപയ്ക്കാണ് ഫിൽറ്റർ പ്രൈസ് വരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് ഓൾമോസ്റ്റ് 2 കൊല്ലമൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രൈസ് പ്രത്യേകിച്ച് നമ്മുടെ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 8 മാസത്തിലൊക്കെ മാറ്റേണ്ടി വരും. പക്ഷേ കേരളത്തിൽ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലൈഫ് കിട്ടും. അപ്പോൾ റെഗുലറായിട്ട് ഭയങ്കര ചിലവ് വരില്ല ഈ റീപ്ലേസ്മെൻറ്റിന്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ബാഗ് ആളൊക്കെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഫിൽറ്റർ കാണിച്ചു തരാം. ജസ്റ്റ് ഉണ്ടോ എല്ലാം കൂടിയുള്ളൊരു ഫിൽറ്ററാണ്. ഹെപ്പ ഫിൽറ്റർ 13 ആണ് കേട്ടോ. ട്രൂ ക്വാളിറ്റി ഹെപ്പ ഫിൽറ്ററാണ്. ഉള്ളിൽ കാർബൺ ഫിനിഷും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടിയുള്ള ഒരു ഫിൽറ്ററാണ്. ഒരു ഫിൽറ്റർ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇതിങ്ങനെ ഉള്ളിലേക്ക് കയറ്റി കൊടുത്ത് വെച്ചാൽ മതിയിട്ടാ. പിന്നെ നമുക്കിത് ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനതൊന്ന് ലോക്ക് ചെയ്തിട്ട് ഞാനത് പ്ലഗിൽ കുത്തിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിത് പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഓൺ ഓഫ് ബട്ടൺ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കത് റിമോട്ട് കൂടെയും വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. അപ്പോൾ പവർ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് 1 മോഡിൽ കാണാൻ കണ്ടു. അപ്പോൾ ഇവിടേക്കാണ് എയർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മൈക്കിൽ ഇത് 1 മോഡിൽ ഇറങ്ങുന്നുണ്ട്. നമുക്ക് പവർ മോഡ്, ഓട്ടോ മോഡ്, അതുപോലെ ലൈറ്റ് മോഡൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചാൽ അത് നമുക്കിതിലൊരു ഡിസ്പ്ലേ കാണിക്കും. ഡിസ്പ്ലേ നമുക്ക് കറക്റ്റ് AQI കാണിക്കില്ല, പക്ഷേ അതൊരു
റേഞ്ചായിട്ട് കാണിക്കും. ഇപ്പോൾ ഓട്ടോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടു. എൻ്റെ അമ്മോ ഭയങ്കര കാറ്റപ്പോൾ ഇത് നമുക്ക് മുകളിലേക്ക് തന്നെ പൊതിച്ച് വയ്ക്കാം. ഇത് നമുക്ക് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിൽ വെക്കാൻ കണ്ടോ. ഇതാണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. അപ്പോൾ ഇത് ഓട്ടോ മോഡിലാണ്. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഓട്ടോ മോഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇതാണ് റെഡ് ആണെങ്കിൽ എന്താ പറയുക നമ്മുടെ എയർ ക്വാളിറ്റി കാണിക്കുന്നതാണ് ഇത്. അപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓട്ടോ മോഡൽ പുതിയ സാധനമല്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് 1, 2, 3 3 മോഡുണ്ട്. ഇപ്പോൾ 3 മോഡിലാണ് നിങ്ങളിപ്പോൾ സൗണ്ട് കേട്ടത്. ഇത് 1 മോഡിൽ കിട്ടുന്നത് തന്നെ അറിയുന്നില്ല. പിന്നെ ഇത് ലൈറ്റ് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനുണ്ട്. 3 സെക്കൻഡ് ടൈമർ മോഡ് വരുന്നുണ്ട്. പിന്നെ റിമോട്ടിലുള്ള ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇതാണ് നമ്മുടെ കുട്ടി റിമോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ കോവേന് ഭയങ്കര നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ എന്താ പറയുക എയർ പ്യൂരിഫയർ സിസ്റ്റത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്ന ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് ഇത് ഫാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡാണല്ലോ, നമുക്ക് ടേബിൾ വെച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ടേബിൾ ഫാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു ഗുണമുണ്ട് ഈ സാധനത്തിന് കേട്ടോ. ഭയങ്കര വലുതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ടേബിളിൽ വെക്കാവുന്ന സൈസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ എൻ്റെ ഇപ്പോൾ ടാബ്ലറ്റ് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ അറിയാം. ഇപ്പം നമ്മുടെ ആ ക്യാമറേൻ്റെ ഒക്കെ വെക്കുന്ന ഒരു ക്യാബിനറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ സൈസ് കേട്ടോ. അപ്പോൾ ഭയങ്കര വലിയ സൈസൊന്നും പറയാൻ പറ്റില്ല. ടേബിളും വെക്കാവുന്ന സൈസ് തന്നെയാണ്. ടേബിളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ സൈഡ് ബെഡ് ടേബിളുമായിട്ട് വെച്ചിട്ട് നമുക്ക് ഫാനായിട്ട് ഉപയോഗിക്കാം. ഇത് റൊട്ടേഷൻ മോഡും ഉണ്ട് കേട്ടോ. റൊട്ടേഷൻ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്നും ഉണ്ടത് ഇതാണ്ടു തന്നെ തിരിഞ്ഞോളും കണ്ടു. നമുക്ക് ഫാൻ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പോൾ അതാണത്. ഇതാണിപ്പോൾ നിങ്ങൾക്ക് സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലടാ, ഭയങ്കര സൈലൻ്റാണ്, ഒരു പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് മിക്കവാറും വെക്കേണ്ടി വരും, എല്ലാവരും വെക്കേണ്ടി വരും. ഇപ്പോൾ ആസ്മാറ്റിക് അല്ലെങ്കിൽ അലർജി ഇഷ്യൂ ഉള്ളവർ മാത്രമല്ല, എല്ലാവരും വെക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക WHO തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ 2030 ആകുമ്പോഴേക്കൊക്കെ ലങ് ക്യാൻസർ അടിച്ച് കയറി ഉണ്ടാവുന്നത് വെച്ചാൽ അങ്ങനെ പൊല്യൂഷനാണ് എല്ലായിടത്തും. അപ്പോൾ കേരളത്തിൽ പൊല്യൂഷൻ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് ബാക്കി ഏരിയയിലൊക്കെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് AQI അടിച്ച് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ, അപ്പോൾ അറിയാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോവേൻ്റെ എയർ പ്യൂരിഫയർ. എയർ മെഗ എയിം എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ വേണമെങ്കിൽ ടാഗ് ചെയ്തേക്കാൻ, ഇതിൻ്റെ വേറെ മോഡൽസൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഷവോമീൻ്റെ എന്താ പറയുക ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അപ്പോൾ അത് ഈ റേഞ്ചിൽ തന്നെ 12,000 രൂപയ്ക്ക്. പിന്നെ ക്യൂബോൻ്റെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ക്യൂബോൻ്റെ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്, കമ്പാരിറ്റീവ്ലി ഇത് കുറവാണ്. പക്ഷേ ഒരു 6,000 7,000 രൂപയുടെ സാധനം ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ് വിത്ത് ഒരു കാർഡ് ഡിസ്കൗണ്ട്. ആ റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യൂബ് എടുക്കാം. സ്മാർട്ട് സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ എന്താ പറയുക ആപ്പ് കണക്ഷനിറ്റിയൊക്കെ ഷോക്കം തന്നെയാണെന്നാലോ റിവ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിലിപ്സ്, പക്ഷേ ഇപ്പോൾ എന്താ പറയുക ഈ റേഞ്ചിൽ കുറച്ച് കുറവാണ്. ഫിലിപ്സ് എടുക്കാം, കോവേ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താ പറയുക ഹണിവെല്ലിൻ്റെ എടുക്കാം. അപ്പോൾ ഈ 3 ടോപ്പിൽ നിൽക്കുന്നത് എയർ പ്യൂരിഫയറിൽ നോക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി നമ്മൾ ഓൾറെഡി AC നമ്മുടെ പാനസോണിക്കിൻ്റെ അത് ഓൾറെഡി ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂമിൽ അത്രയധികം ടെസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എയറിൽ റൂമിൻ്റെ സൈഡിലൊക്കെ കിടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അത് എയറിലുള്ളത് മാത്രമല്ല ഫിൽറ്ററേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം വലിയ ഫിൽട്രേഷൻ അല്ല എന്താ പറയുക എയർ ക്വാളിറ്റി പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ സാധനം ഓൺ ചെയ്തിടും. ഞാൻ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണല്ലോ, അപ്പോൾ ഓൺ ചെയ്തിടാറുണ്ട്. അപ്പോൾ നമ്മൾ എറണാകുളത്താണെങ്കിലും ഹെവൽസിൻ്റെ ആണ്. പക്ഷേ അവിടെ ഹെവൽസിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഇത്ര അധികം ഫിൽട്രേഷൻ സിസ്റ്റം അല്ലേ. ഇത് കുറച്ച് വില കൂടിയ പാനസോണിക്കിൻ്റെ മോഡലാണ്. ഇതിൽ കുറച്ചും കൂടി ഫിൽട്രേഷൻ HEPA ഫിൽറ്ററും അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയ ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഉണ്ട്. പക്ഷേ അതില്ല. അപ്പോൾ ഞാൻ എറണാകുളത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഈ സാധനം കേട്ടോ. എൻ്റെ ഇവിടെ തൃശ്ശൂർ ഓൾറെഡി നമ്മുടെ ബ്ലൂ സ്റ്റാറിന് ഉണ്ടായിരുന്നു. പക്ഷേ ബ്ലൂ സ്റ്റാറിൻ്റെ ഫിൽറ്ററൊന്നും കിട്ടാനില്ല. അപ്പോൾ ബ്ലൂ സ്റ്റാർ എനിക്ക് തോന്നുന്നത് ആരും വാങ്ങിക്കൊന്നും വേണ്ട. ബ്ലൂ സ്റ്റാറിൻ്റെ എന്ന് വെച്ചാൽ സർവീസൊക്കെ ഭയങ്കര മോശമാണ്. എയർ പ്യൂരിഫയറിൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.